ഇപ്പോൾ സമയം രാത്രി 2 മണിയാവാൻ പോകണം കേട്ടോ. മൈ ഗോഡ് ഗൈസ്, ഐ എം സോ സ്ലീപ്പി. ആൻഡ് നാളെ അല്ല, ആക്ച്വലി ഇന്നാണ്. ഇന്ന് രാവിലെ 7:30 നമ്മുടെ ട്രെയിനാണ്. എൻ്റെ അമ്മോ, എന്തൊക്കെയാണ് ഗൈസ് ഇന്ന് ഞാൻ കാണിച്ചു കൂട്ടിയത് എന്ന് പറഞ്ഞാൽ രാവിലെ ജിമ്മ് തന്നെ കംപ്ലീറ്റ് ആയി പിന്നെ കഴിഞ്ഞില്ല. ഞാൻ വൈകുന്നേരത്തേക്ക് വെച്ചില്ല. അത് കഴിഞ്ഞ് വന്നിട്ട് ഓ മൈ ഗോഡ്, ഇന്നലെ ഫുഡ് ചാലഞ്ച് ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ അതിൻ്റെ പാത്രം ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നില്ല. രാത്രിയായി ഭയങ്കര. ആൻഡ് എനിക്ക് രാവിലെ ജിമ്മിന് പോകാനായിട്ട് റിക്കവർ ആവണമല്ലോ, ഉറക്കം കിട്ടിയിട്ട് ശരിയാവില്ല. അത് തന്നെ ഞാൻ ഉറങ്ങി. രാവിലെ ആ പാത്രം കഴുകി. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെന്നാ ചെയ്തത്, പിന്നെ കുറച്ചേരം നാപ്പ് എടുത്ത് ഞാൻ 30 മിനിറ്റ്സ്. കാരണം എനിക്ക് അത് കഴിഞ്ഞിട്ട് ഷൂട്ട്സ് ഉണ്ടായിരുന്നു നമ്മുടെ മറ്റേ ചാനലിന് വേണ്ടിയിട്ട്. എഡിറ്റ് ചെയ്യണമായിരുന്നു നമ്മുടെ ഫുഡ് ചാലഞ്ച്. അത് ഞാൻ പോസ്റ്റ് ചെയ്തു, മറ്റേ ചാനലിലും പോസ്റ്റ് ചെയ്തു. പിന്നെ നാളെ ട്രെയിനിലാവുമ്പോൾ പോസ്റ്റ് ആവാനായിട്ടുള്ള 2 ചാനലിലും പോസ്റ്റ് ആവാനായിട്ടുള്ളത് ഞാൻ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് ഷെഡ്യൂളാക്കി വെച്ചിട്ടുണ്ട്. സോ എന്തായാലും റേഞ്ച് കിട്ടില്ലല്ലോ ട്രെയിനിലാവുമ്പോൾ, തന്നെ അത് പോസ്റ്റ് ആയിക്കോളും. അതുകൊണ്ട് സോ അതൊക്കെ ചെയ്ത് പിന്നെ ഞാൻ ട്രെയിനിൽ പോകാനായിട്ടുള്ള നല്ല ഹെൽത്തി സ്നാക്സ് മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ബിക്കോസ് നാളെ രാവിലെ 7:30 കയറിക്കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ എന്തായാലും ഉണ്ട്, ഫുൾ ഡേ അതുണ്ട്. 7:30 കയറിക്കഴിഞ്ഞാൽ 8-8:30 ആകുമ്പോൾ തന്നെ മഹതിക്ക് വിശന്ന് തുടങ്ങും. സോ അത് കഴിച്ചിട്ട് ഞാൻ കയറി കിടന്ന് ഉറങ്ങും. അപ്പോൾ ഇനി എനിക്ക് ആകെ എന്താ പറയുക, കുറച്ച് നേരം ഉള്ളൂ. ഞാൻ ആലോചിക്കുക 5 മണിക്ക് എണീക്കണം എന്ന് പറഞ്ഞതായിരുന്നു. ഞാൻ ആലോചിക്കുക ഇപ്പോൾ കിടന്ന് ഉറങ്ങാം, ഒരു 3 മണിക്കൂറെങ്കിലും ഉറക്കം കിട്ടും. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. കുറച്ച് ബോധവും വെളിവും വേണ്ടേ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ. ഞാൻ ഓൾറെഡി എന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ ഇറങ്ങണതിന് മുമ്പ് നോക്കണമല്ലോ. എല്ലാം സ്വിച്ചൊക്കെ ഓഫാണോ, ഗ്യാസ് ഓഫാണോ. പിന്നെ എന്തെന്നാ ഞാൻ നോക്കാറുള്ളത്, നമുക്ക് കച്ചറ എടുത്ത് പുറത്ത് വയ്ക്കാനുണ്ട്, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പാൽ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനകത്ത് വേഗം ഇച്ചിരി ചോറ് എന്ന് വെച്ചാൽ അരി ഇട്ടിട്ട് അതിന് പായസം ആക്കിയിട്ടുണ്ട് വിതൗട്ട് ഷുഗർ. നമ്മുടെ റോട്ടിലുള്ള റാണിമാർക്ക് വേണ്ടിയിട്ടാ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒന്നുമില്ലല്ലോ. വേറെ ഒന്നും. ഞാൻ ഇടാനുള്ള ഡ്രസ്സ് സെറ്റ് ആക്കിയിട്ടില്ല. എന്തെന്നാ ഇടാൻ പോകണം നാളെ, കാർഗോ ടീഷർട്ട് അങ്ങനെ എന്തെങ്കിലും ഇടാം. ബാക്കി ഞാൻ ബാഗൊക്കെ ഫുൾ പാക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. എങ്ങനെയുണ്ട്, ഇതെൻ്റെ പർപ്പിൾ മാക്സിയാണ്. ഇത് എപ്പോഴെങ്കിലും എനിക്ക് ലേസി ഗൂസി തോന്നൂല, അപ്പം മാത്രമേ ഞാൻ ഇടാറുള്ളൂ. സാധാരണ എനിക്കിതുപോലെ മാക്സി ഇടാനൊന്നും അത്ര ഇഷ്ടമല്ല ഗൈസ്. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ഇത് ഫുൾ ബാഗില്ലേ, നമ്മുടെ ഫുഡിൻ്റെ ബാഗാട്ടോ ഞാൻ മേടിച്ചത്. ഇൻസുലേറ്റഡ് ആണിത്. അകത്തുനിന്ന് ഇങ്ങനെ അലുമിനിയം പോലത്തെ എന്തോ ഫോയിൽ ഇങ്ങനെയൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇത് ഫുൾ പാക്കായില്ല. അപ്പോൾ നാട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇത് ഫുൾ കാലിയാവും ട്രെയിനിൽ വെച്ച്. സോ ഇത് നമ്മുടെ മിനി ബാഗ്. ഇതിനകത്ത് എന്തെന്ന് ചാർജറും ഫോണും അതൊക്കെ വെക്കാനായിട്ട്. പിന്നെ നമ്മളിങ്ങനെ എടുക്കണുണ്ട് ഒരു ഷോൾഡർ ക്രോസ് ബാഗ്. കാരണം നമ്മൾ ഒറ്റയ്ക്കല്ലേ, അപ്പോൾ നമ്മൾ ബാത്റൂമിലൊക്കെ പോകുമ്പോൾ ഫോണും ഇതൊക്കെ കയ്യിൽ തന്നെ കരുതണമല്ലോ. പിന്നെ പിന്നെ നമ്മുടെ ഡൈപ്പർ അത് ഞാൻ എടുത്തിട്ടുണ്ട്. എവിടെ വെച്ച് ഞാൻ ബൈ ദ വേ നമുക്കിവിടെ വേറൊരു ബാഗ് ഉണ്ട് കേട്ടോ. അതിനകത്ത് അത്യാവശ്യം സാധനങ്ങളുണ്ട്. മമ്മി കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ എത്ര ബാഗാണ്, 1 2 3 4 ബാഗ് ഇൻക്ലൂഡിങ് മറ്റേ ക്രോസ് ബോഡി, ടോട്ടൽ 4 കേട്ടോ. സോ യെസ്, അപ്പോൾ അതേ പാത്രമൊക്കെ ഞാൻ ഫുൾ കഴുകി വച്ചിട്ടുണ്ട്. എന്തൊക്കെ പോയാലും തിരിച്ചു വരുമ്പോഴത്തേക്കും പല്ലി പാറ്റ അതൊക്കെ നക്കി റെഡിയാക്കും. ഞാൻ ഏതെങ്കിലും പാക്കറ്റൊക്കെ ഇവിടെ തുറന്ന് വെച്ചിട്ടുണ്ടോ നോക്കട്ടെ കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. തിരിച്ചു വരുമ്പോഴത്തേക്ക് സ്പോയിലായി പോകില്ല. അല്ലെങ്കിൽ ഓ ഗോഡ് ഗൈസ്, എനിക്ക് ഒടുക്കത്തെ ഉറക്കം വന്നിട്ടുണ്ട്. അതേ ക്ലിപ്പൊക്കെ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടത്. ഇതുമ്മ ക്ലിപ്പൊക്കെ കുത്തി വെച്ചിട്ടുണ്ട്. അക്കത്തുമ്മ നമ്മുടെ പാസ്തസ് അതൊക്കെ ഞാൻ കുത്തി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒക്കെ സെറ്റ്. ബാഗ് ഫുൾ ഇതാക്കി വെച്ചോളൂ, അതാണ് പിന്നെ കുഴപ്പമില്ല. രാത്രി 2 മണി വരെ അതാണ് ഞാൻ ഒച്ചെടുക്കാട്ടിട്ട്, അല്ലെങ്കിൽ ഞാൻ നിലവിളിച്ചാൽ അങ്ങോട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ചാർജർ ഇപ്പോൾ എടുത്ത് വെക്കണില്ല. കാരണം നമുക്ക് ഉറങ്ങി എണീക്കുമ്പോഴേ ഞാൻ റെഡി ആവണ വരെ എന്തായാലും ഫോൺ ചാർജ് ആക്കും ഫുള്ള്. എന്നിട്ട് ഞാൻ ടിക്ക് ചെയ്യുള്ളൂ, ഫോണും കൂടെ ടിക്ക് ചെയ്യുള്ളൂ. പിന്നെ ഇയർഫോണും ഞാൻ ചാർജ് ആയാടോ. ഇയർഫോൺ ചാർജ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇയർഫോൺ എടുത്ത് വെക്കാം, എന്നിട്ട് അതിനെ ടിക്ക് ചെയ്യാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് ഗൈസ്. എത്ര നാളായി മമ്മിയും പപ്പയും കണ്ടിട്ട്. അവർ ഭയങ്കര എക്സൈറ്റഡ് ആട്ടാ. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ ഭയങ്കര ഹാപ്പിയായി. സോ എക്സൈറ്റഡ്. ആൻഡ് ഇതെൻ്റെ ബാക്ക് ആൻഡ് ബൈസപ്പ് ആയിരുന്നു കേട്ടോ. അത് കാരണം എൻ്റെ ഈ ബൈസപ്പിൻ്റെ ഇവിടെ ഇച്ചിരി ഒരു ഇത് വരുന്നുണ്ട് എനിക്ക്. ഇപ്പം അതൊക്കെ സാരമില്ല. എന്തായാലും ട്രെയിനിൽ ഞാൻ കുറേ കിടന്നുറങ്ങും. നമുക്ക് 30 to 32 hours ട്രെയിനാണ് ഗൈസ്. ഓൾമോസ്റ്റ്
1.5 ദിവസം. സോ യെസ്, അപ്പോൾ കുറേ ഉറങ്ങും. അല്ലെങ്കിൽ തന്നെ അതിങ്ങനെ ആടി എന്ത് നല്ല ഉറക്കം തന്നെ. സോ യെസ്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. എനിക്കറിയാം നിങ്ങളും എക്സൈറ്റഡ് ആണെന്നുള്ളത്. എല്ലാവരും പറയാറുണ്ട് നാടിൻ്റെ വ്ളോഗ്സ് നമ്മൾ പോകുക. യെസ്, നമുക്ക് നാളെ പോയിട്ട് ഞാൻ ആക്ച്വലി നമ്മുടെ ജാമിലിയെ മിസ് ചെയ്യും. സാരില്ല, വേഗം വരുമല്ലോ നമ്മളെന്തായാലും. ഓക്കെ, സോ യെസ്, ഐ എം വെരി വെരി എക്സൈറ്റഡ്. അപ്പോൾ ശരി, ഞാൻ രാവിലെ റെഡി ആയിട്ട് കാണാം. ഗുഡ് മോർണിംഗ്. ഞാനിവിടെ റെഡി ആയിട്ടുണ്ട്. ഓൾറെഡി 6:15 ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എന്താ നിൽക്കണമെന്ന് പറഞ്ഞാൽ ഈ അക്വാ ഗാർഡിൻ്റെ വെള്ളം ഫുൾ പോകാനായിട്ട് കഴിച്ചാൽ എല്ലാം കൂടെ അത് മറന്നു പോകാറുണ്ട്. അപ്പോൾ ഇത്തവണ ഞാൻ ഓർത്തിട്ടുണ്ട് അതിൻ്റെ വെള്ളം ഫുൾ കളയണം. സ്വിച്ചൊക്കെ ഞാൻ ഓഫാക്കി പ്ലഗൊക്കെ ഊരിയിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഔട്ട്ലെറ്റ് നമുക്ക് അടയ്ക്കണം എന്നുള്ളത്. ഇപ്പോഴും ഇച്ചിരി വെള്ളം ടുകുടു ആവണുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാം. ഓ മൈ ഗോഡ്, ഐ എം സോ എക്സൈറ്റഡ്. ആൻഡ് ഞാൻ ഇതാണ് ഇട്ടേക്കുന്നത്, ബ്ലാക്ക് ദുപ്പട്ട, ബ്ലാക്ക് ആൻഡ് നേവി ബ്ലൂ ടീഷർട്ട്, ഹോൾ സ്ലീവ് ആയിട്ട്. ഐ എം സോ കംഫർട്ടബിൾ. കിടന്ന ഒരു ഉറക്കം ഉറങ്ങും. ഞാൻ 3 മണിക്കൂർ കഷ്ടിച്ച് ഉറങ്ങിയിട്ടുള്ള രാത്രി. ബട്ട് സ്റ്റിൽ ഐ എം ഫീലിംഗ് ഗുഡ്. ആൻഡ് ഞാൻ എക്സ്ട്രാ മോയ്സ്ചറൈസറൊക്കെ എടുത്തിട്ടുണ്ട് ട്രെയിനിലേക്ക്. കാരണം എപ്പോഴും സ്കിൻ ഡ്രൈ ആയിക്കോട്ടിരിക്കുക. ഒന്ന് വേഗമാവട്ടെ. 1 to 2 ഡ്രോപ്സ് കുഴപ്പമില്ല അല്ലേ, വാഴയ്ക്കാൻ മതി. താങ്ക് യു. ഓക്കെ. അയ്യോ, കുറച്ച് സ്ലീവ്സിലേക്ക് കയറിപ്പോയി വെള്ളം. ഓക്കെ. ഓ മൈ ഗോഡ്, വീട്ടിലെ പാറ്റമാർ നോക്കുന്നു ഞാൻ എന്തെന്നാ ചെയ്യുന്നത്. ഓക്കെ, ഹലോ, ബൈ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ വേഗം ഇതൊക്കെ ചുമക്കട്ടെ. ആൻഡ് ഇതാ ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ റാണിമാർക്ക് കൊടുക്കാൻ ആക്ച്വലി 2 ടിഫിൻ ഉണ്ട് ഇവിടെ. ഒന്ന് അടിയിലുള്ളതാണ് പായസം, മുകളിലുള്ളതാണ് തൈര്. എങ്ങനെ. അപ്പോൾ ശരി, ലെറ്റ്സ് ഗോ. ഓം നമഃ ശിവായ. ഓക്കെ പിള്ളേർ, നമ്മൾ എത്തിയിട്ട് ഇവിടെ. ഞാൻ 5 മാസം കഴിഞ്ഞല്ലേ വന്നെ, അതുകൊണ്ട് കുറേയൊക്കെ മാറിയിട്ട. വഴിയൊക്കെ വേറെ ആയിരുന്നു. എനിക്ക് പെട്ടെന്ന് ഡൗട്ട് അടിച്ചു, ഇത് നമ്മുടെ തന്നെ റെയിൽവേ സ്റ്റേഷൻ അല്ലേ. ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, നമ്മുടെ പ്ലാറ്റ്ഫോം 5-ലാണ് കേട്ടോ. എന്താ പിന്നെ നല്ല മൂത്രപ്പരയുടെ മണം. പ്ലാറ്റ്ഫോം 5-ലെത്തിയിട്ടാ. ഗുഡ് മോർണിംഗ്. ഞാൻ ഫ്രഷ് ആയിട്ട് വന്നു കേട്ടോ. ഓ, മസ്റ്റ് ഹാവ്. ട്രെയിനിൽ ഓൾവേസ് നോ ബ്രഷ്, ഓൺലി ദിസ് മൗത്ത് വാഷ്. ഓക്കെ, ഓൾസോ പേപ്പർ സോപ്പ്. ഇത് വെച്ച് ഫേസ് വാഷ് ചെയ്യാം, പക്ഷെ ഞാൻ റിസ്ക് എടുത്തില്ല. ഞാൻ വീട്ടിൽ നിന്ന് മേടിച്ചോണ്ടാ വന്നതായിരിക്കും. മീഷോന്ന് മേടിച്ചാന്ന് തോന്നുന്നു കേട്ടോ. നോ ബ്ലിങ്കിറ്റ്. നമുക്ക് കുറച്ച് സ്കിൻ കെയർ ചെയ്യാം. ആക്ച്വലി എനിക്ക് ഭയങ്കര സാധാരണ വെറ്റ് വൈപ്സ് യൂസ് ചെയ്യാറില്ല ഫേസ് ക്ലീൻ ചെയ്യാനായിട്ട്. ബട്ട് ഇങ്ങനത്തെ അവസ്ഥയിൽ വി വിൽ യൂസ് ഇറ്റ്. കുറച്ച് എക്സ്ട്രാ സെറ്റ്സ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കൊണ്ട് നടക്കാൻ സുഖം. ഒരെണ്ണത്തിൽ ഐ ഗെസ് 8 പീസ് വരും. Side please.
നയിക്കല് ഫ്രീ കിട്ടിയിട്ടാ എങ്ങനെ പൊട്ടിക്കും. ഫുഡാം. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇവിടെ ഉണ്ട്. ബ്രെഡ്, ജാം, പിന്നെ ഇവിടെ ഉണ്ട് പ്രോട്ടീൻ ഷേക്ക്, കോഫി ഇടട്ടെ, കോൾഡ് കോഫി പ്രോട്ടീൻ ഷേക്ക്, പിന്നെ ഇവിടെ ഉണ്ട് പൈനാപ്പിൾ. ഞാൻ മമ്മി പൊപ്പം വരേണ്ടതാണ്. നമ്മൾ ഒറ്റയ്ക്ക് ബസ് കയറി പോകും. കഴിഞ്ഞ അവിടെ ഞാൻ അങ്ങനെയല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടങ്ങളല്ല ഒറ്റയ്ക്ക് ചെയ്ത് തരം വന്നു. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് ബസ് കിട്ടും. നല്ല സുഖമുണ്ട്. കുറേ നേരം എ സിയിൽ ഇരുന്നിട്ട് ഉപ്പാടറിയും. പപ്പ ഇപ്പം അതെ മുമ്പൂത്തെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താ നമ്മൾ വോട്ട് കൊടുത്ത് കാണിച്ചു ഇത് വന്നിട്ടല്ല വോട്ട്. ആദ്യം പറയണ്ടേ പുറകെ വണ്ടി അതാ വോട്ട് കൊടുക്കണ്ടായിട്ട് ആലോചിച്ചു. പപ്പ വോട്ട് കണ്ടാ എവിടെ ലൈറ്റ് ഇട്ട കാണില്ല വോട്ട്. ആ നമ്മള് റെസ്പോൺസിബിൾ സിറ്റിസൺ. മമ്മിയുടെ റെസ്പോൺസിബിൾ സിറ്റിസൺ നമ്മളിത് 3 പേരുടെ വോട്ട്. എന്താ ഗൈസ് റെസ്പോൺസിബിൾ സിറ്റിസൺ. എത്ര വണ്ടി കയറി ഞാൻ വന്നു. സത്യം പറയൂല. സാധനം പപ്പക്കോരെ മാങ്ങയിട്ട് നമ്മുടെ ഈ സീസണിലെ ആദ്യത്തെ മാങ്ങ. രണ്ടും മമ്മിയൂരിന്ന് രണ്ടും അല്ല മറ്റേ മൂവാണ്ടൻ പച്ച മാങ്ങ. ലോട്ട്സ് ഓഫ്. എനിക്ക് വെള്ളം എന്താ മമ്മി ഒരു വലിയ ഗ്ലാസ്സാ. ഞാൻ ഒരു കുപ്പി വെള്ളത്തിലാണ് നിൽക്കണത് 2 ദിവസമായിട്ട്. അതൊന്നും വേണ്ട, ഇച്ചിരി വെള്ളം മതി. നമുക്ക് തിന്നാം. മണം. നിങ്ങൾക്കൊരു സാധനം കാണിച്ചില്ലല്ലോ. ഇത് നോക്കിയേ, നമ്മുടെ സോഫയുടെ കളർ ചേഞ്ച് എങ്ങനെ പെട്ടെന്ന് കാണുന്നത് കണ്ട. ഇവിടെ ബ്ലാക്ക് ആയിരുന്നു ഗൈസ്, ബ്ലൂ ആയി കണ്ട. പക്ഷെ ഇത് അത് തന്നെ. ഇതിനെ മാറ്റും. ഓ ഡയമണ്ട് ഒക്കെ ഇതുമ്പോ ഡയമണ്ട് ഉണ്ടല്ല, ഡയമണ്ട് ഒക്കെ ഉണ്ട്. ഓക്കെ ഗൈസ് നമുക്ക് വേഗം നമുക്ക് കുളിച്ച് ഫ്രഷായി അമ്പലത്തിൽ പോവാം. വ്യാഴാഴ്ച ചിലപ്പോൾ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവാം. അയ്യോ ഗൈസ്, ഞാൻ 2 ദിവസമായിട്ട് 2 നമ്പറിന് പോയിട്ടില്ല. ഇന്നലെ പോയിട്ടാണ് ഇറങ്ങിയത് വീട്ടിൽ നിന്ന് നമ്മൾ. പക്ഷെ പിന്നെ പോയിട്ടില്ല. ബാത്റൂം അതുപോലെ 3 ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് വല്ലതും പറ്റും. നമുക്കൊരു കരിഞ്ഞ ബാഗൊക്കെ ആയിട്ട് മോളിൽ പോവാം. ലെറ്റ്സ് ഗോ. നമ്മളുടെ വീട് നമ്മളുടെ വീട് നമ്മളുടെ വീട് ഗൈസ്, നമ്മളുടെ വീട്. ഓ മൈ ഗോഡ്,
എൻ്റെ വയറ് ബൂമായിട്ടിരിപ്പുണ്ട് ഗൈസ്. ഞാൻ അകത്തോട്ട് പിടിച്ചു വെച്ചൊക്കെ സ്ലിമ്മാന്ന് തോന്നുന്നതായിട്ട്. എന്താ അമ്മേ? ആ ഞാൻ ബാത്റൂമിലേക്ക് തന്നെ പോണത്. നമ്മളുടെ മുറി, നമ്മളുടെ സ്റ്റുഡിയോ, നമ്മളുടെ മുറി. ആ സോഫയുടെ ഒരു കഷ്ണം എനിക്ക് തന്നു ഗൈസ്. ഞാൻ പറഞ്ഞതാ ഇത് പറഞ്ഞ ഇവിടെ ഇരിക്കട്ടെ. കണ്ട നമ്മളിതിൻ്റെ എസ്തറ്റിക് ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ആക്കൂട്ടെ നമുക്ക് ഷൂട്ടൊക്കെ ചെയ്യാനായിട്ട്. അപ്പം ശരി, ഞാൻ ഫ്രഷ് ആയിട്ട് കാണാം. ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ ഇവിടെ റെഡി ആകാൻ ലേറ്റ് ആവണം ഗൈസ്. വേഗം പോയിട്ട് ഞാൻ അമ്പലത്തിൽ പോയിട്ട് വന്നു കേട്ടോ. ഞാൻ എൻ്റെ മുടി മുഴുവൻ അങ്ങനെ കെട്ടി ചപ്പിളി ആയിട്ടുണ്ട്. കാരണം എനിക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ കമ്മൽ കുറ്റി വെക്കട്ടെ. അമ്പലത്തിൽ പോയി ഗൈസ്. പക്ഷെ എനിക്ക് ഒട്ടും നാമം ചൊല്ലാനേ പറ്റണുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ ഉറക്കവും ക്ഷീണോ 2 ദിവസമായില്ലേ ട്രെയിനിലിരിക്കണം. അതുകൊണ്ടാണ് സ്തംഭിച്ചു പോയി. എനിക്ക് ഭയങ്കര നീര് പിടിച്ച പോലെ ഇരിക്കണം കേട്ടാ. നമുക്ക് പോയി ഫുഡ് കഴിക്കാം. വാട്ട് മൂവി, വാട്ട് ഈസ് അവർ ഫുഡ് ടുഡേ? ഓ മൈ ഗോഡ് ഗൈസ്, നിങ്ങൾ വരുന്നത് പറഞ്ഞു ഇവിടെ ചുന്ത ഉണ്ടാക്കിയ കാര്യം. ഇത് മാംഗോ ചുന്ത. അതിനിവിടെ ഉണ്ട് പൊട്ടാറ്റോ ഗവാർ കറി, ചോറാഫലി, ആലു ചോലാഫലി, ചുന്ത, പരാഠ, ചാവൽ, സാമ്പാർ, പപ്പടം. 2 കഷ്ണം. അവർ ഉരുള ഈസ് വെയിറ്റിംഗ് ഫോർ അസ്. ഗൈസിനോടത്ത അമ്മ അല്ലെങ്കിൽ അവർ പിന്നെ മമ്മിയെ കൊടുത്താ ആൾക്കൂരുള്ള അവിടെ ഗൈസ്. നമുക്ക് ഇവിടെ ഉണ്ട് പറാഠ, ആലു ചോലാഫലി, ആലു ചോലാഫലി. Bon appetit. Bon appetit. നമ്മളുടെ മാങ്ങ വന്ന് മാങ്ങ തിന്നു. ഈ സീസണിലെ ആദ്യത്തെ മാങ്ങയും അവിടെ വന്നിട്ടില്ല. ആപ്പിൾ പകുതി കഴിക്കും. ഇല്ലില്ല, ആപ്പിൾ പകുതി കഴിഞ്ഞാൽ ടേസ്റ്റ് തന്നെയാണ്. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇതിൽ സുഖമായിട്ട് ഇവിടെ കിടന്നുറങ്ങി. അറിയാമോ മമ്മിയും കൂടെ ഉറങ്ങിയല്ലേ. ഞങ്ങൾ കയറ്റി പിടിച്ചു സുഖമായിട്ട് ഉറങ്ങി. ഓ മൈ ഗോഡ്, ഞാൻ ഇച്ചിരി ലേറ്റായി കഴിഞ്ഞിട്ട് അതാണ് എനിക്ക് ഇത്തിരി മത്ത് പിടിക്കണം കേട്ടോ. നമ്മളിങ്ങനെ ലേറ്റായിട്ട് ഇതൊക്കെ ഇവിടെ കേൾക്കാൻ കിട്ടും നമുക്ക്. 7 മണിയാവണം കേട്ടോ. ട്രെയിനിൽ ഇങ്ങനെ ലേറ്റായിട്ട് എണീക്കൂല, അപ്പോൾ ഒരു കുഴപ്പമില്ല, മത്തൊന്നും പിടിക്കാറില്ല. പക്ഷെ വീട്ടിലങ്ങനെയല്ല. അമ്മ വന്നേരം തന്നെ വിളിക്കാം. അപ്പോൾ ഞാൻ 10 കഴിഞ്ഞിട്ടോ കൂടെ. പക്ഷെ പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഒരാഴ്ച എണീറ്റ് കഴിഞ്ഞാൽ രാവിലെ പിന്നെ എനിക്ക് നേച്ചർ കോളൊക്കെ വരും. അതാ ഞാൻ പലതും തേക്കാനാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നേക്കണേ. നിങ്ങളൊക്കെ ബോധത്തിലുണ്ടോടെ? ഓക്കെ ഗൈസ്, അപ്പം ഇവിടെ ഭയങ്കര ഹ്യൂമിഡിറ്റി ഇട്ടാ. എന്ന് വെച്ചാൽ ഇങ്ങനെ കൈയൊക്കെ ഒട്ടും. ശരിക്കും അറിയും. രാത്രി നല്ല ചൂടുണ്ടായിരുന്നു കേട്ടാ. AC ഇടും, തണുക്കും, വീണ്ടും ഓഫ് ചെയ്യും. പിന്നെ ടീഷർട്ട് മുഴുവൻ നനയും. പിന്നെ AC ഇടും, തണുക്കും, വീണ്ടും ഓഫ് ചെയ്യും. പിന്നെ ടീഷർട്ട് നനയും. ഇതന്നെ പെടുത്തും. ഓ മൈ ഗോഡ്, ചൂട് ഈസ് റിയൽ. ഞാൻ ആക്ച്വലി ഇല്ലേ നമ്മുടെ ഇവിടുത്തെ AC-യിലെ റിമോട്ടിൻ്റെ ഇത് മറന്നുപോയി. ടൈമർ അതൊന്ന് നോക്കി വെക്കണം, ഇന്ന് സെറ്റാക്കണം. അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ ടൈമർ വെച്ച് കഴിഞ്ഞാൽ. വേറെ പറമ്പില്ല മാങ്ങ. നമുക്ക് എന്നിട്ട് കഴിക്കാൻ ഫുഡ്. ഓ അതെ, മമ്മി ഇവിടെ പുട്ടിന് വേണ്ടി കുഴച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് പ്രോട്ടീൻ ഇൻടേക്ക് വിടാൻ പറ്റില്ല. സോ വി ഹാവ് വാട്ട് വി ഹാവ് മമ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു കടല വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. എവിടെ ഇട്ടിട്ടുണ്ടല്ലോ? എവിടെ ഇട്ടെന്ന് പറഞ്ഞു? ഓ ഇവിടെ എടുക്ക. ഓ
കിച്ചണ. ഞാൻ പ്രോട്ടീൻ സാഷറ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ബാഗ് തുറക്കണം കേട്ടോ. അത് നമുക്ക് ബാഗ് തുറക്കണം. ഓക്കെ, അതിൻ്റെ കുറേ ഐറ്റംസ് ഉണ്ട്. നമുക്ക് വേഗം കടല പുഴുങ്ങും. ഓക്കെ, കാരണം ഉച്ചയ്ക്ക് ഒരു ഐറ്റം ഉണ്ട്. ഇതിപ്പോൾ വേഗം കഴിച്ച് ദഹിപ്പിക്കണം. അപ്പോഴേ ഉച്ചയ്ക്കുള്ള ഐറ്റത്തിന് വേണ്ടി നല്ല വിശപ്പം കൊതി അല്ലെങ്കിൽ ഉണ്ടാവും. പക്ഷെ എന്നാലും നമുക്ക് വേഗത വേവിക്കാം. ഓക്കെ, ഇത് വഴമ്പൻ്റെ സ്കിൻ ഒക്കെ ഒന്നും കൂടെ ഗ്ലോയി ആവും. ഇതിക്കുള്ള ഒച്ചെടുത്താൽ പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്നുള്ളത് മമ്മി കാണിച്ചു തരും. ഗോൾഡൻ റൈസ് ഒക്കെ ഉണ്ട് ഇവിടെ ഗൈസ്. ആക്ച്വലി ഇല്ലേ, ആദ്യം എന്നൊക്കെ പറഞ്ഞാലേ ഇവിടെ ഇരുന്ന് മരത്തിൻ്റെ ഹൈറ്റ്, അപ്പം നമുക്ക് ഇവിടെ അത്ര വെയിൽ വരില്ലായിരുന്നു. ഇപ്പം മുകളിലേക്ക് പോയപ്പോൾ മുകളിലേക്ക് പോയപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ ആളില്ലേ ബോഡി, അത് മാത്രമേ ഉള്ളൂ. ഇല ഫുള്ള് ഇവിടെയാണ്. അപ്പം ഇവിടെ നിന്ന് റൈസ് വരുന്നുണ്ട്. നമ്മളുടെ പഴയ കുക്കർ പ്രസ്റ്റീജ് അല്ലേ? യെസ്. അവിടെ പോയി. ഓ മൈ ഗോഡ്, ഇവിടെ മെഷർമെൻറ്റ് കപ്പില്ല. ഇവിടെ ഇരുന്നതാണ് ഞാൻ കട്ടുകൊണ്ട് പോയത് ആക്ച്വലി. അവിടെ നമ്മുടെ വൈറ്റ് കപ്പൊക്കെ അവിടെ ഇരിക്കില്ലേ. ഗുഡ് മോർണിംഗ് പപ്പ. പപ്പയ്ക്കാണോ കടല പുഴുങ്ങിയത്? വേണ്ടല്ലോ. ഓക്കെ, സോ നമുക്ക് വേണ്ടത്ര എടുത്ത് ആദ്യം പുഴുങ്ങാം. എല്ലാം അങ്ങോട്ട് പുഴുങ്ങി വെക്കണ്ടല്ലോ. ഉൻകെ അന്ദാസെ കരം ഉൻ പേ വോ ആ ജാനാ ദിൽ കാ. നാമം ചൊല്ലൻ്റെ ഇടയ്ക്ക് എത്ര നാളെ ഞാൻ കാബൂലിച്ചേന കഴിച്ചിട്ട്, എന്നിട്ട് ഇവിടെ കാബൂലിച്ചേനയാണ് ചിലവരൊക്കെ കഴിക്കുന്നത്. വാട്ട് ഇസ് ദിസ് ഗോയിങ് ഓൺ? എനിക്കാണെങ്കിൽ എങ്ങനെ മെഷർ ചെയ്യുന്നു മനസ്സിലാവും. ഞാനൊരു അന്താസ് വെച്ചിട്ട് ചെയ്യാം ഗൈസ്. എത്രയാവും വേഗം ചെയ്യാം. 8 മണിയായി. നമുക്ക് എന്നിട്ട് മമ്മിയുടെ പപ്പയുടെ കൂടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇതിൽ ഓട്ടയൊക്കെ ഉണ്ടല്ലോ. ഓ മൈ ഗോഡ്. ഓക്കെ ഗൈസ്, ഞാൻ ഈ ഒരു കപ്പിൻ്റെ അത്ര എടുക്കണം. ഇപ്പോൾ ആക്ച്വലി ഞാൻ കാബൂലി ചനയുടെ പ്രോട്ടീൻ കാലറീസ് നോക്കിയിട്ടില്ല കേട്ടോ എത്രയാണെന്നുള്ളത്. എനിക്ക് മറ്റേ കടലയുടെ പിന്നെ പറയാം. നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. വിചാരിച്ചേ ഇവിടെ വന്ന് എനിക്ക് വണ്ണം കൂടിയിരുന്നു. ബട്ട് നോ, ഞാൻ ചെക്ക് ചെയ്തു ആൻഡ് ലുക്ക് ഒതിച്ചോ. ബട്ട് നോ, ഞാൻ ഇപ്പോഴും എൻ്റെ ലക്ഷ്യത്തിലാണ്. ഇവിടെ പിന്നെ നമുക്ക് ഇതിൽ തന്നെ ഡയറക്റ്റ് വെള്ളം ഗൈസ്. അതൊക്കെ ഞാൻ മിസ് ചെയ്യാറുണ്ട്. കുറച്ച് ഉള്ളിപ്പിടണം. എൻ്റെ വുഡൻ സ്പൂണും കട്ടെടുത്തു ഗൈസ്. ആൻഡ് ചെയ്യണം. നമ്മൾ ഫാമിലിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരുടെ കാര്യങ്ങൾ കട്ടെടുക്കുക. കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെ ലെറ്റ്സ് ഗോ. വഴു നീ ചെയ്തിട്ട് വാ. മതിയെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇവിടത്തേനകത്ത് വിസിൽ ഇച്ചിരി കൂടുതലടിക്കണം എന്ന് തോന്നുന്നു. ഞാൻ വോട്ട് കാണിച്ചതാ. ഓക്കെ ഗൈസ്, ഇവിടെ കണ്ട പ്രോട്ടീനൊന്നും ഫോക്കസ് ചെയ്യാണ്ട് ഇവിടെ ആൾക്കാര് പപ്പടോ പഞ്ചാരൊക്കെ കൂട്ടിയാ പപ്പടം പഞ്ചാര പിച്ചാറായിട്ടുണ്ട്. ഇത് പപ്പയ്ക്ക് കൊടുക്കട്ടെ. അതെ, പപ്പയ്ക്കത് എനിക്ക് ഒളിപ്പിച്ചു വെച്ചാ ഇത് വായി. അത് വേഗം ഒളിപ്പിച്ച്. ഞാൻ പപ്പടമൊന്നും അല്ല, എന്നിട്ട് പപ്പയ്ക്ക് മുളക് ചീത്തയാക്കാനായിട്ട് മമ്മിയുടെ ഭാഗമൊക്കെ നല്ലോണം തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ. താങ്ക് യു. ഓക്കെ നമ്മളുടെ പുട്ട് റെഡി ആവണു. നമ്മളുടെ കടല പുഴുങ്ങിയത് നമുക്കിതിനെ വെള്ളം സെപ്പറേറ്റ് ആക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും കാട്ടായതിന് ഗൈസ്. ഒരു ക്വിക്കായിട്ട് ഞാൻ ചെയ്യാം കേട്ടാ. സോ വി ആർ ഗോയിങ് ടു ചെക്ക് ദിസ്. വെള്ളക്കടല അതൊക്കെ നമുക്ക് കുറച്ച് നാരങ്ങ നീര് പിഴിയാം. ലെമൺ ജ്യൂസ്. കുരുമുളക് ഇവിടെ പൊടിച്ചതില്ല, ഒക്കെയാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ഫുള്ളായിട്ടിരിക്കുക. നമുക്ക് ഇച്ചിരി മുളക് പൊടി ഇട്ടാം, അത് മതി. ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടി ഇച്ചിരി. ഇത് നോർമൽ മുളക് പൊടി അല്ലേ? അപ്പം ഇച്ചിരി എരിഞ്ഞ് ഓടണ്ട. ഇതാ നിങ്ങളെ പറ്റിക്കേണ്ട കാശ്മീർ. മീൻവയൽ ഗൈസ്, ഇവിടെ നമ്മുടെ പുറ്റ് റെഡി ആയി. പതുക്കെ എക്സ്ക്യൂസ് മീ.
ഇതെനിക്കാണോ? ഇത് ഇതെനിക്ക് അതെന്താ? എനിക്ക് വേണ്ട. എനിക്ക് ഇത്തിരി മതി, എനിക്ക് കടലില്ലേ. എനിക്ക് പകുതി മതി. അങ്ങനെ പകുതി കൊണ്ട് കാക്കിക്കും കൊടുക്കും. പകുതി മതി, പകുതി കാക്കി കൊണ്ട് കൊടുക്കും. അവളൊക്കെ പോവൂലേ? ബേസിന് വേണ്ടേ പുട്ട്? അമ്മ റേഷനരി പഠിപ്പിച്ചു. മമ്മി അത് ഇരുന്ന് തിന്നോ, അപ്പോഴേക്കും ഞാൻ വരാം. അതിന് പകുതി എന്നാ അതിന്ന് എടുത്തോ പകുതി. ഇതായിക്കോട്ടെ, അപ്പോഴേക്കും ഇരുന്ന്. ഓടിക്കോ. നോ, എനിക്ക് ആ ശീലമൊക്കെ വിട്ടു. കുറച്ച് ലുപ്പ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രോട്ടീൻ ഇൻടേക്ക്. നമുക്ക് പോണതിന് മുമ്പ് മമ്മയ്ക്കും പപ്പയ്ക്കും പഠിപ്പിച്ചു കൊടുക്കാം എങ്ങനെ പ്രോട്ടീൻ ഒരു ദിവസം ടാർഗറ്റ് ചെയ്യണം. കൈസിന് വേണ്ടാന്ന് പുഴിയ കടല. So good. No any food, no fry, nothing. അതെ അപ്പക്ക് വേണം ഒരു സ്പൂൺ. മീൻവായി നമ്മുടെ പുട്ട് അവിടെ ഉണ്ട്. നമുക്കത് പുട്ടും പഴമായിട്ട് കഴിക്കും. ഓക്കെ, അപ്പൊ അതിൽ തന്നെ പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര നമ്മുടെ വയറ് അറിയും. ഇതാ ഞാൻ എത്ര നാളെ നമ്മൾ കാബുളി കഴിക്കണേ. അവിടെ എപ്പോഴും കറുത്തതല്ലേ മേടിക്കാറുള്ളൂ. ടേസ്റ്റ് ഉണ്ട്. അത് നമ്മൾ ആദ്യം പ്രോട്ടീൻ വെച്ചിട്ട് നമ്മുടെ 50% വയറ് നിറയ്ക്കും. എന്നിട്ട് ബാക്കിയുള്ളത് വെച്ചിട്ടാണ് നമ്മൾ പൊട്ടപ്പോഴും നിറയ്ക്കണേ. ഓക്കെ ഗൈസ്, ഇറ്റ്സ് അവർ പുട്ട് ടൈം. ഐ ഓൾറെഡി ഹാഡ് മൈ കടല. കണ്ട ഗൈസ്, ഇപ്പം ഈ ചൂടുള്ള സാധനങ്ങളൊക്കെ പിടിക്കും. ഞാൻ എത്ര അഡൽട്ട്ഹുഡിലാ നോക്കൂ, എന്തൊക്കെ ഞാൻ പഠിച്ചു. ഓക്കെ, ഹിയർ വി ഹാവ് പഴം. ഇതെന്ത് പഴമേ? ഓക്കെ, നമുക്ക് ഇത്രയും ഫുൾ കവർ ചെയ്യാൻ ഒരു പഴം എന്തായാലും ധാരാളം. അച്ഛാ, ഇതാണ് പപ്പ ഡ്രൈ എന്ന് പറഞ്ഞേ. മമ്മി എന്ത് ചെയ്ത്? നല്ല മോഡല്. മമ്മിക്ക് അറിഞ്ഞൂടെ ഡോട്ടർ ഫോറിൻ എന്ന് സോഫ്റ്റ് പുട്ടൊക്കെയാണ് വെക്കേണ്ടത്. ഇതെന്താ അമ്മ പപ്പടവും പുട്ടും ആർക്കും വേണ്ട. സോറി, പഴവും പുട്ടും ആർക്കും വേണ്ട. പപ്പടം എനിക്ക് വേണ്ട. നമ്മൾ ഹെൽത്തി അല്ലേ ഗൈസ്? നമ്മൾ ഹെൽത്തി ഫുഡേ കഴിക്കൂ. നമ്മൾ ഈ വറുത്തതും പൊരിച്ചൊന്നും എപ്പോഴും കഴിക്കില്ല. ബിക്കോസ് പപ്പടം ഈസ് എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞ് അത് കഴിക്കണ ഒരു ദിവസം വരും. അന്ന് എനിക്ക് കഴിക്കണത് അന്നേ നമ്മൾ കഴിക്കും അല്ലേ? അങ്ങനെ പറഞ്ഞു കൊടുക്കുക ഗൈസ്. എല്ലാവർക്കും പൊട്ടും. എല്ലാവരും കഴിച്ചു. ബോൺ അപ്പറ്റീറ്റ്. മമ്മി എനിക്ക് വേണ്ടി ഇച്ചിരി പിണ്ണാക്ക് കട്ടൻ ചായ വെച്ചിട്ടുണ്ട് ഗൈസ്. ഇത് നമ്മുടെ വീട്ടിലെ ഒരു റൂളാണ്, റിച്വൽ ആണ് ഗൈസ്. ഈ ചായപ്പൊടിയിനകത്ത് ഇച്ചിരി ഉണ്ടാവില്ല, അതെനിക്കുള്ളതാണ്. ഞാൻ ശീലം വിട്ടിരിക്കല്ലേ, നല്ലൊരു കൊതി വരും പുട്ട് കഴിക്കുമ്പോഴേ. അപ്പൊ ഇത്രയും സിപ്പ് മാത്രം മതി എനിക്ക്. അതിൻ്റെ ഒരു സുഖം വേറെ. ഞാൻ സ്ലിം ആയി വന്നിട്ടുണ്ട് അമ്മ. അമ്മക്ക് തോന്നണില്ലേ ലോക്ക്? എന്റെ ജോലൈനൊക്കെ വന്നിട്ടുണ്ട്. ജോലൈന ഇവിടത്തെ എല്ല് കാണൂലേ? ഇതൊന്നും ഇല്ലാണ്ട് വരും. എന്നിട്ടും ഇങ്ങനെ ഇരിക്കൂലേ? ജോലൈനുണ്ട് ഇവിടെ. ഈ മാങ്ങയുടെ പുറകിലുള്ള രഹസ്യം തിന്നാണ്. ഇവിടെ കുറച്ച് മാങ്ങ ഇരിക്കണ കാണാമോ ഗൈസ്? ഇവിടെ കുറച്ച് മാങ്ങ ഇരിപ്പുണ്ട്. ഇതിന്റെ രഹസ്യങ്ങളുണ്ട്. വേഗം പറഞ്ഞു. പപ്പ നടക്കാൻ പോയി വന്നപ്പോഴേ പപ്പ നോക്കി പെട്ടെന്ന് പടവടാന്ന് വീണത്. എവിടെന്നാ വീണ? നമ്മളെ പറമ്പിന്നാണോ? അല്ല, മഴയിൽ വേറെ പറഞ്ഞ പറമ്പി, വേറെ പറമ്പല്ല, നടക്കാൻ വഴി. ഓ, അവരുടെയാണ്. പക്ഷെ നടക്കാൻ വഴിയിൽ പടവടാന്ന് വേഗം പറയിക്കോണം. കാക്ക കുത്തിയിട്ടുണ്ടായിരുന്നു. സാരല്ല, ചെത്തിക്കളയാ. ഇത് പൊട്ടിയിട്ടുണ്ട്, ചെത്തിക്കളഞ്ഞിട്ട് എടുക്കാം.
നല്ല ടേസ്റ്റ് അല്ലേ മാങ്ങാവിയിലൊക്കെ വെക്കാൻ നല്ലതാ. ഇതൊക്കെ പറഞ്ഞ കേസ് കട്ടെടുത്തുനിന്ന് മാത്രം അതുമ്മ പറയുന്നത്. ബാക്കിയൊക്കെ പറഞ്ഞ എങ്ങനെയെങ്കിലും അതിനെ കവറാക്കും. Let's go guys. Let's unpack our bag. Let's go. ഗൈസ് മമ്മി എന്നോട് പറഞ്ഞ് ഇച്ചിരി മനയില് ക്യാമറയുടെ മുമ്പിൽ നിൽക്കുക. എനിക്ക് എന്താ ഗൈസ് മനയ്ക്കൊരു കുറവ്. Let's go. Open നമ്മുടെ ബാഗ്. Open കങ്ങലം സ്റ്റാർ. ആർക്കാ വേണ്ടേ സമ്മാനം? സമ്മാനം ആർക്കാ വേണ്ടേ? എന്തോ പറയുമല്ലോ നമ്മൾ എന്തെങ്കിലും കൊണ്ടുവരുമ്പോ എന്താ പറയാ ഗിഫ്റ്റിന് ഗിഫ്റ്റ് വേണം. ഗിഫ്റ്റ് വേണം. അയ്യോ അത് വേറെ ഈ കണ്ട് കൂടെ കണ്ട് ലിഫ്റ്റ് വേണം. ലിഫ്റ്റ് വേണം. ലിഫ്റ്റ് വേണം. ഞാൻ ലാളിക്കണൊക്കെ ഇഷ്ടപ്പെട്ട കേസ് പക്ഷെ കാണിക്കൂല. ഇഷ്ടമൊക്കെയാണ് ഇങ്ങനെയൊക്കെ ഫ്ലഷ് ഒക്കെ ചെയ്യാള്. ഇത് ഞാനേ ഒരു മാസ്ക് കുത്തി തിരികെ വെച്ച് അതിനാ സീറ്റിന്റെ അടിയിലായിരുന്നു ട്രെയിനിന്റെ. ഈ ഇത് വന്നാലോ എലി. അപ്പൊ ഇതുമ സാനിറ്റൈസർ അടിച്ചിട്ട് വെച്ചത് ഇതൊന്നും കേറാണ്ടിരിക്കാൻ. ഇതുമൊക്കെ ഞാൻ സാനിറ്റൈസർ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അണ്ണാക്ക് അടിച്ചിട്ട് ഓടട്ടെ ചെല്ലി. ഓക്കെ ഫസ്റ്റ് എന്റെ യോഗ മാച്ച്. ഇതൊക്കെ ചുമന്നോട്ട് പോയി. പിന്നെ എന്റെ ഫിറ്റ്നസ് അവിടെ ഇല്ല. ഇനി ഇത് ഇവിടെ തന്നെ ഇരിക്കുള്ളൂ. എന്റെ അടുത്ത് അവിടെ ഓൾറെഡി ഒരു പഴപ്പൽ ഇരിപ്പുണ്ട്. എനിക്ക് വർക്ക്ഔട്ട് ചെയ്യണം മമ്മി. നെക്സ്റ്റ് ഓക്കെ ഞാൻ കുറച്ച് ഈ പിസ്സ സീസണിങ് ഒക്കെ എടുത്തോണ്ട് പോകുന്നു. വെറുതെ എനിക്ക് കിട്ടിയത് ബ്ലിങ്കിറ്റിന്. അതിനകത്ത് എന്റെ കുറെ പ്രോട്ടീൻ. ഓക്കെ ഗൈസ് ഇതിനകത്ത് ഇതില്ലേ 15 ഗ്രാം പ്രോട്ടീൻ ആട്ടോ തന്നെ. ആൻഡ് ഇത് റാഗിയാണ്. റാഗിയുടെ ഓക്കെ. പിന്നെ ഇത് ഞാൻ മറ്റേനകത്ത് നമുക്ക് സ്ഥലം കിട്ടിയില്ല. അപ്പൊ ഇത് ഞാൻ തിരിച്ചു പോകുമ്പോ കൊണ്ടുപോകും ചിലപ്പോ, അല്ലെങ്കിൽ മമ്മി തന്നെ തിന്നാൻ നല്ലതാണ്. മഞ്ചൂരിയൻ ഫോക്കസ് ആവണ്ടാ. ഓക്കെ മഞ്ചൂരിയൻ. പിന്നെ 2 ഈ ഒരു പ്രോട്ടീൻ ബാറ്റ നമുക്ക് ട്രെയിനിൽ ഇരുന്ന് കഴിക്കാൻ, അല്ലെങ്കിൽ മമ്മിയും പപ്പയും തീർത്തോ നോ പ്രോബ്ലം. നെക്സ്റ്റ് ഞാൻ കുറച്ച് വർക്ക്ഔട്ട് ബാൻഡ്സ് കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. ഇൻ കേസ് നമ്മുടെ അടുത്ത് ഡംബൽ ഇല്ല, വെയിറ്റ്സ് ഇല്ലെങ്കിൽ ഇല്ലേ ബാൻഡ്സ് യൂസ് ചെയ്തുകൊണ്ട് ആസ് എ വെയിറ്റ് ആയിട്ട് നമുക്ക് ഓൾട്ടർനേറ്റ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലായില്ലേ, അതിൽ ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ഇത് കൊണ്ടിട്ടുണ്ട് സ്കിപ്പിങ്. എന്നിട്ട് അവിടെ വേറെ ഇരിപ്പുണ്ട്. സ്കിപ്പിങ് ഇവിടെയും കിടപ്പുണ്ടായിട്ടുണ്ടോ കണ്ടോ? ഇത് ചെറിയ വെയിറ്റ് ആയിട്ടുള്ള ബാഗ് ആക്കാം. നെക്സ്റ്റ് ഞാൻ ഒരു ട്രൈപോഡ് ആയിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ അടുത്ത് അവിടെ ഓൾറെഡി ഉണ്ട് ട്രൈപോഡ് എക്സ്ട്രാ. സോ ഇവിടെ എനിക്ക് നല്ലൊരു ട്രൈപോഡ് ഇല്ലായിരുന്നു. ഇപ്പൊ വെച്ചിട്ടുണ്ടല്ലോ ഇത് ഉണ്ട് മമ്മി. പക്ഷെ ആ ഒരു ഇത് കിട്ടണില്ല കറക്റ്റ്. എനിക്ക് ആ ഒരു മൂവ്മെന്റ് കിട്ടണില്ല. എൻ്റെ അടുത്ത് ഇവിടെ ഉള്ളതൊക്കെ ക്യാമറ വെക്കണ ട്രൈപോഡാ. ഇത് സ്പെസിഫിക്കലി ഫോർ നമ്മുടെ ഫോൺ ഫിക്സ് ചെയ്യാൻ വേണ്ടി. Okay, next we have lots of travel essentials, skin care, hair care, body care, makeup എല്ലാം ഞാൻ കാണിച്ചു തരാട്ടെ. പിന്നെ മറ്റേ ചാനലിൽ എന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്യും. ഓക്കെ അപ്പൊ നിങ്ങൾ അവിടെ എത്തിക്കോ. 21 പാക്കറ്റ് തിരുത്തുണി. അല്ലല്ല സോറി എന്റെ മൈക്കാണ്. ഞാൻ അതിന്റെ അകത്ത് വെച്ചതാണ് ഒന്നും വരാണ്ടിരിക്കുക. എന്നിട്ട് എടുത്തപ്പോ തന്നെ ടളോ കുഴപ്പമൊന്നുമില്ല. ശരിയാ വർക്കിംഗ് ആണ്. ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് കുറെ തിരുത്തുന്നില്ല ഇതുപോലത്തെ കാണുന്നുണ്ടാമ. ഓക്കെ വിളക്കെത്തിക്കാനായിട്ട് വിളിച്ചോ മമ്മിയുടെ നിധി. നെക്സ്റ്റ് മമ്മിക്കും പപ്പയ്ക്കും കുറച്ച് ഐറ്റംസ്. മമ്മി ഇപ്പൊ കൊണ്ടുവരാൻ പറഞ്ഞ ഐറ്റംസിന്റെ പ്രത്യേകിച്ച് ഞാൻ ഒന്നും കൊണ്ടുവന്നില്ല കൈ. മിഠായി മധുരം ഒന്നും ഞാൻ കൊണ്ടുവന്നില്ല. അതൊന്നും തിന്നണ്ട കൂടുതൽ മനസ്സിലായത് രണ്ടുപേരും. ഇവിടെ എന്നെ കട്ട് തിന്നരുത്. ഓക്കെ ഇവിടെ ഈ വെള്ളപ്പയർ മമ്മി കൊണ്ടുവരാൻ പറഞ്ഞിരുന്നിട്ട് അതെന്തിനാ അമ്മ? ഇത് കുറച്ച് ഞാൻ ഇവിടെ അരിമുളകും അജുവായി. ഇത് കപ്പയ്ക്ക് വേണ്ടോടെ ചായപ്പൊടി ആയിരിക്കും. മമ്മി വേണ്ടെന്ന് പറഞ്ഞു ബട്ട് സ്റ്റിൽ ഞാൻ കൊണ്ടുവന്നു. ചായ കുടിക്കണ്ടേ? ബാഗ് ബക്രീന വിളിച്ചോ. അതിനകത്ത് ഇട്ടോ
ഇവിടെ എനിക്കുള്ള കോപ്പിക്കോ കോപ്പിക്കോ മിഠായി കഴിഞ്ഞല്ല. യെസ്. പിന്നെന്തെന്നാ ഓ മൈ ഗോഡ്, ഞാൻ ഒളിച്ചു നോക്കട്ടെ. ചിലപ്പോ മമ്മി ഒളിപ്പിക്കണ വല്ല സാധനം. മമ്മിയുടെ മുമ്പിൽ തന്നെ കഴിച്ചാൽ എന്ത് ഒളിപ്പിക്കാൻ വിചാരിച്ചുള്ളൂ അത് നാച്ചുറലി കൺമുമ്പിലെത്തും. അതാ പ്രശ്നം. ഓ ഹാ, മമ്മിക്ക് വിഷു സാരി നമ്മുടെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു കഴിച്ച അത് ഞാൻ എടുത്തോണ്ട് പോകുന്നു. മമ്മി ഇത് വിഷുവിന് എടുക്കട്ടെ വെച്ചാൽ എങ്ങനെയുണ്ട് കൊന്നട്ടു കണ്ട റോസ് ഗോൾഡ് ഒക്കെയാണ്. പിന്നെ ബ്ലൗസും ഉണ്ട് കോഫി കളറിൽ. ആണാ മമ്മി അടിച്ചു ഞാൻ നോക്കട്ടെ. വേണ്ട വേണ്ട ഓ ഷിറ്റ്, ഞാൻ മറന്നുപോയി അത്. ഡോണ്ട് ടെൽ മീ. പറഞ്ഞെന്താണ്? ഞാന് വർക്കൗട്ട് ചെയ്യാനായിട്ടുള്ള ഷൂ ഒക്കെ എടുത്തിരുന്നു, പക്ഷെ ഓർമ്മയില്ല ഇനി വച്ചിരുന്നു. ഹാൻഡ് കോഡ് വച്ചിട്ടുണ്ട്. ഷൂ ആണ് ഞാൻ അവിടെ തിരുത്തുണി ഈ ഐറ്റംസ് ഈ ഷൂ വേറെ വേറെ ആയിട്ട് വെച്ചത്. പിന്നെ ഇത് നമ്മുടെ ഒരു പാസ്തയാണ് ഗൈസ്. ഇതിനെ നമ്മൾ എന്തെന്നാ ചെയ്യാൻ പോയത് നമുക്ക് അറിയാമോ? ഇത് എന്തെന്നാന്ന് അറിയാമോ മമ്മിക്ക്? റെഡ് ലെന്റിൽ നമ്മുടെ മസൂർ ദാൽ ഇല്ലേ, അപ്പൊ ഇതിന് നമുക്ക് പായസം ഉണ്ടാക്കാം. പാസ്ത പായസം നമ്മൾ ഉണ്ടാക്കിട്ട. എനിക്ക് കൊതിയാണ് ഇത് വെച്ചിട്ട് നമുക്ക്. കാരണം ഇത് 100% മസൂർ ദാല, ദാൽ പരിപ്പിന്റെ പായസം കൊള്ളൂല പായസത്തിനൊന്നും. പക്ഷെ ദാലല്ലേ നീ എന്തെങ്കിലും ചെയ്തോ, നമുക്ക് ഉണ്ടാക്കാട്ടോ ഗൈസ്. നമ്മള് പായസം ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കും, എന്നിട്ട് കുടിക്കാൻ വാ. അതങ്ങനത്തെ ഷേപ്പാണ്. അടപ്പായസം ഉണ്ടാവൂല അതുപോലെ ഇരിക്കും ഇത്, ഇങ്ങനെ ഇങ്ങനെ പിരി പിരി. അല്ല ഒരു കീറുണ്ടാക്കിട്ടുണ്ട് ഇതിനകത്ത്. ഇല്ല, അവരുണ്ടാക്കണത് പാസ്ത പോലെ നൂഡിൽസ് പോലെ. കീറുണ്ടാക്കാൻ നമുക്കൊന്ന് ട്രൈ ചെയ്യണ്ടേ? പാസ്ത ഉണ്ടാക്കാം, കീറും ഉണ്ടാക്കാം. പാല് ഒഴിച്ചിട്ട് ഉണ്ടാക്കി നോക്കാം. കാരണം ഞാൻ കണ്ടു ഇതിനകത്ത് റെസിപ്പി. പാസ്ത വെച്ച് പായസം ഉണ്ടാക്കണത് അടപ്പായസം പോലെ ഇരിക്കുന്നു. ഞാൻ തമിഴ്നാടുവിന്റെ ആരുടെയോ കണ്ടത് വീഡിയോ. നമുക്കപ്പൊ ഇത് യൂസ് ചെയ്യാം. അതിനകത്ത് യൂസ് ചെയ്ത നോർമൽ മാക്രോണി പാസ്ത. നമ്മൾ ശരിക്കും നല്ല 100% പരിപ്പുള്ളത് ഉണ്ടാക്കും. വിഷുവിന് മമ്മിണ്ട് സ്പെഷ്യൽ പായസം. ഇതിനകത്ത് ആക്സിഡന്റ് എന്റെ ഡൈപ്പറാ. ഞാൻ പറഞ്ഞില്ല ട്രെയിനിലുള്ളത്. തിരിച്ചു വരുമ്പോ ഞാൻ ചേഞ്ച് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു, ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ആവശ്യം വരില്ല. എന്നാൽ പോയി രാത്രിയിൽ വാഷ്റൂമിൽ ഒറ്റയ്ക്ക് പോകാനായിട്ട് ഉള്ള അവസരം വരാതിരിക്കണം ഗൈസ്. മാക്സിമം നമ്മൾ നമ്മളുടെ സേഫ്റ്റി നോക്കണ്ടേ. നമുക്ക് അങ്ങനെ ആരും വിശ്വസിച്ചിട്ട് പോകാൻ പറ്റില്ലല്ലോ, അപ്പുറത്തുള്ളവരൊന്നും. ഞാൻ എപ്പോഴും ഒരു ബാഗ് വെച്ച് എങ്ങനെ ഒരു ക്രോസ് ബോഡി ബാഗ് ഉണ്ടായിരുന്നില്ല ഞാൻ ഇട്ടിരുന്നത്. അപ്പൊ അത് ഞാൻ എപ്പോഴും എന്താ പറയാ ബാത്റൂമിൽ പോകുമ്പോൾ അതിനകത്ത് ഫോണും പൈസയും അങ്ങനത്തെ ഐ ഡി കാർഡും അതൊക്കെ അതിനകത്ത് വെച്ചിട്ടാണ് ഞാൻ ബാത്റൂമിൽ പോണത്. ഇങ്ങനെ ഇട്ടുകൊണ്ടിട്ടാ ആരെന്ത് തരത്തിൽ നമുക്കൊന്നുമില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് അവർ സേഫ്റ്റി, നമ്മുടെ കംഫർട്ട്. അതാണ് ഫൈൻ. അങ്ങനെ എല്ലാം കാണിച്ചില്ലേ ഞാൻ നിങ്ങളെ. ഇനി എന്തും നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്നല്ല, ഇനി ഞാൻ മറ്റേ ചാനലിന്റെ കുറച്ച് കോണ്ടന്റ് എനിക്ക് എഡിറ്റ് ചെയ്യാനുണ്ട്, പിന്നെ ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പൊ അതൊക്കെയാണ് എൻ്റെ പരിപാടി. ഇന്ന് ഫുൾ എനിക്ക് ഇന്ന് ഫ്രൈഡേ ആണ് ഗൈസ്. അപ്പോൾ എനിക്ക് ഹെയർ വാഷ് ചെയ്യണം. സീസ് കണ്ടമുടിയുടെ കോലമായിട്ടിരിക്കണം. ഓക്കെ, ഐ ഹാവ് ടു വാഷ് മൈ ഹെയർ. അപ്പൊ ശരി, ഞാൻ എൻ്റെ സെൽഫ് കെയർ പാമ്പറൊക്കെ ചെയ്യാൻ. അതൊക്കെ എന്തായാലും ഞാൻ ഷൂട്ട് ചെയ്ത് അപ്പുറത്ത് പോസ്റ്റ് ചെയ്യാൻ. അപ്പൊ ശരി.